അങ്ങനെ നമ്മൾ അടുത്ത അട്രാക്ഷനായ ഗ്ലോബൽ വില്ലേജിലെത്തി, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഇപ്പോൾ ഞങ്ങളിന്ന് എത്തിയത് 7:35 ഇപ്പോൾ 2 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ ഇറ്റ്സ് നോട്ട് ഇനഫ്, ബട്ട് നമുക്ക് നമ്മുടെ ഐറ്റിനറി മാനേജ് ചെയ്ത് പോകണം. കാരണം 10 മണിക്കുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ വാങ്ങി വച്ചിട്ടുള്ളതാണ്. ഇതൊരു 6 മാസം ഇങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 6 മന്ത്സ് ഒന്നും ഉണ്ടാവില്ല. സമ്മർ ടൈമിൽ കാലിയായിരിക്കും. അപ്പോൾ ആദ്യകാലങ്ങളിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇവിടെ അല്ല, അത് കുറച്ച് ദൂരെയാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ ദുബായിനോട് അടുത്തായിരുന്നു, സിറ്റീനോടടുത്ത്. ഇപ്പോൾ അത് ഫെസ്റ്റിവൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയായിരുന്നു. പിന്നെ വർഷം കഴിയുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടി വരികയും ആ ഒരു ലൊക്കേഷൻ മതിയാവാതെ വന്നപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം റെഡിയാവുകയും അവിടേക്ക് DSF മാറുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എൻട്രി ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് സീൻ ഇതാണ്. എൻട്രൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പിന്നെ ബിഗ് ബെൽ ലണ്ടനിലെ. ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല റഷാണ്. സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടാവും. ഒരു ഉദ്ദേശം 75-80 രാജ്യങ്ങളുടെ സ്റ്റോൾസ് ഉണ്ടാവും. അവരുടേതായ പ്രോഡക്ട്സ് നമ്മളെ കാണിക്കും. അവരുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള കുറച്ച് വീഡിയോയിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു ഈ സമയത്ത് ഈ വർഷത്തെ DSFലുള്ള കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഒപ്പം സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഈ പാക്കേജിൽ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ദുബായ് സീരീസിൽ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സീരീസ് കാണാൻ പാടുള്ളൂ. നമ്മുടെ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ 4 നൈറ്റ് 5 ഡേയ്സ് ട്രിപ്പിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ ഒരു മൊമെൻറ്റ്സും കൂടാതെ നമ്മുടെ ഗസ്റ്റിൻ്റെ റിവ്യൂസും എല്ലാമാണ് ഈ ഒരു വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും DSF 2024 കാഴ്ചകൾ കാണാം. ആദ്യത്തെ പെവിലിയൻ കാണുന്നത് കുവൈത്താണ്, അത് കഴിഞ്ഞ് യമൻ. അപ്പം ഇനിയിപ്പോൾ കുവൈറ്റിലേക്ക് നോക്കാം. എന്തായാലും ഈ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് മൊത്തം കാണാനൊന്നും പറ്റില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയിൽ എന്തായാലും പോകണം. അതെ. Bosnian kebab.
അങ്ങനെ അടുത്ത് ഞങ്ങൾ ഇന്ത്യയിലെ പവലിയനിലേക്ക് എത്തി. മൊത്തം ഇന്ത്യൻ വരുന്ന ദോശ എക്സ്പ്രസ്, തന്തൂരി, ഡൽഹി ബെല്ലി, അങ്ങനെ ലോഡ് കണക്കിന് പരിപാടികളാണ് അവിടെ. ദേശി ചാറ്റ്സ്. ഇന്ത്യയിലെ വലിയ പവലിയനാണ്. നല്ല തിരക്കുണ്ട്. മറ്റുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയതായിട്ടുള്ള പവലിയനാണ്. ഓപ്പോസിറ്റ് ഉള്ളത് ലെബനൻ, പാലസ്തീൻ, ഖത്തർ ഒക്കെയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് പവലിയനിൽ ഇങ്ങനെ കയറാം. ഇറാൻ വലുതാണ്, ഇറാൻ്റെ അവിടെ കാണാം. കാലിലൊക്കെ നടന്ന് ഓഫീസ് കൂട്ടിന്ന് പറഞ്ഞത്. ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് ഉപ്പാടെ. അത് കഴിഞ്ഞ് ഇന്നത്തെ ഡിന്നർ സ്കൈലാർക്ക് റെസ്റ്റോറൻറ്റിലാണ്, റൂഫ് ടോപ്പിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന സമയത്ത് ഇതിൻ്റെ ബുർജ് അൽ അറബ്, അതിൻ്റെ ഫ്രണ്ടിൽ ഗാലക്സി S24 അൾട്രയുടെ പരസ്യം കണ്ടു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താ നോക്കുക, എത്ര നീളത്തിലാന്ന് നോക്കുക അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ ഇവിടെ ഒരു പൂളുണ്ട്, കണ്ടോ, അല്ല അടിപൊളി ഒരു പൂള്. ഇവിടെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ ബുഫേ. ഇന്നൊരു നല്ലൊരു ലോങ് ആയിട്ടുള്ള യാത്രയായിരുന്നു. അബുദാബിയിൽ പോയി, ഗ്ലോബൽ വില്ലേജിൽ പോയി, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ ഇന്നത്തെ ദിവസം അവസാനിക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു സീനിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ ഡിന്നറാണ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബുഫേയിൽ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോട്ടലിലെത്തുന്നു. ഇനി സമാധാനമായിട്ട് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് ട്രിപ്പായിരുന്നു. എന്തായാലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താങ്ക് യു. അപ്പോൾ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിനെ മറക്കണ്ട. കസ്റ്റമൈസ് ചെയ്തത് നോർമൽ പാക്കേജസും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഞാൻ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്.